ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രി വൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എക്സാമിൻ്റെ പ്രിപ്പറേഷൻസിലാണ് എല്ലാവരും എന്ന് നമുക്കറിയാം. അപ്പോൾ കുറച്ചും കൂടെ എക്സാം കുറച്ചും കൂടി ഈസി ആക്കാൻ മുൻകൂട്ടി ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പുതിയ ഒരു സബ്ജക്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഇഗ്നോ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. BA, BCom, BBA, BSW മുതലായ കോഴ്സുകൾക്കാണ് നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സാമിൻ്റെ പ്രിപ്പറേഷനായിട്ട് നമ്മൾ എല്ലാ സ്റ്റുഡൻസിനോടും പറയാറുള്ളതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മസ്റ്റായിട്ടും നിങ്ങൾ പഠിക്കണം എന്നുള്ളത്. അത് പല കാര്യങ്ങൾക്കും യൂസ്ഫുൾ ആണ്. ഒന്നാമത് നിങ്ങൾക്ക് ഏകദേശം ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാവും, മാർക്സ്, ടൈം, സബ്ജക്റ്റ്, അപ്പോൾ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുമ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് നന്നായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അത് നിങ്ങൾക്ക് എക്സാമിന് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BCOS 185 ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന പേപ്പറാണ്. അപ്പോൾ ആ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ ഒരു പേപ്പറിൻ്റെ സബ്ജക്റ്റ് കോഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് മസ്റ്റായിട്ടും നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലുള്ള സെയിം സബ്ജക്റ്റ് കോഡ് തന്നെയല്ലേ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ഇതിൽ എഴുതിയിരിക്കുന്നത് ബാച്ചിലർ ഓഫ് കൊമേഴ്സ് BCom എന്നാണ്. അത് ഒരുപാട് സ്റ്റുഡൻസിന് ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ്. കാരണം BComനും അതുപോലെ BSW, BBA അങ്ങനെ ചില സബ്ജക്റ്റിനൊക്കെ ഇതൊരു കോമൺ പേപ്പർ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിൽ ചിലപ്പോൾ ബാച്ചിലർ ഓഫ് കൊമേഴ്സ് BCom എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലുള്ള സബ്ജക്റ്റ് കോഡും ഈ സബ്ജക്റ്റ് കോഡും സെയിം ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ BCom എന്ന് കൊടുത്തു എന്ന് വിചാരിച്ച് BSW സ്റ്റുഡൻസ് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. സബ്ജക്റ്റ് കോഡ് സെയിം ആണെങ്കിൽ ഇത് നിങ്ങളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 3 hours ആണ് എക്സാം വരുന്നത്. അതുപോലെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 3 മണിക്കൂറിൻ്റെ എക്സാം ആണ്. അപ്പോൾ 6 ക്രെഡിറ്റ് വരുന്ന ഒരു എക്സാം തന്നെയാണ് ഇത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണിത്, മറക്കരുത്. പിന്നെ നോട്ട് ചെയ്തിരിക്കുന്നത് മസ്റ്റായിട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് വായിക്കുക. ആൻസർ എനി 5 questions, all questions carrying equal mark. ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അതിലേതെങ്കിലും 5 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരിങ് ഈക്വൽ മാർക്ക്, എല്ലാ ക്വസ്റ്റ്യനും സെയിം മാർക്ക് തന്നെയാണ്. അപ്പം നിങ്ങൾ 8 ക്വസ്റ്റ്യനും വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് എഴുതാൻ കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്ക് ചൂസ് ചെയ്തിട്ട് ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാം 8 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ ബാക്കി 5 ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ടും എഴുതുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 20 മാർക്കാണ് വരുന്നത്. 20 മാർക്ക് എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ടുള്ള മാർക്കല്ല. ഒരു ക്വസ്റ്റ്യനും വിട്ട് കളയാതെ കൃത്യമായിട്ട് 5 ക്വസ്റ്റ്യനും എഴുതാം. അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ട്, നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ആണോ എഴുതുന്നത് അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ ക്ലിയർ ആയിട്ട് എഴുതണം. എന്നിരുന്നാൽ മാത്രമാണ് ആൻസർ ഷീറ്റ് ചെക്ക് ചെയ്യുന്നവർക്ക് അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അത് കാരണം ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്ത് ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് ആൻസർ ഷീറ്റ് നോക്കുന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എഴുതിയിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യനും 20 മാർക്കാണ്. ഓക്കെ, 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ഇവിടെ ഓൾമോസ്റ്റ് 7 ക്വസ്റ്റ്യൻ, അങ്ങനെ ടോട്ടല് 8 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. എല്ലാ ക്വസ്റ്റ്യനും 20 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്.
അപ്പൊ 20 മാർക്ക് എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ടുള്ള ഒരു മാർക്കല്ല. ഇപ്പൊ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യുന്നത് എങ്കിൽ ഇതിൽ 4 ഓപ്ഷൻ അതിന്റെ ഡീറ്റെയിൽ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും 5 മാർക്ക് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുമ്പോൾ അതിന്റെ സബ് ഹെഡിങ്സും പോയിന്റ് ഔട്ട് ചെയ്ത് കൃത്യമായിട്ട് എഴുതണം. എന്നിരുന്നാൽ മാത്രമാണ് വാല്യൂറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ നിങ്ങൾക്കും ഒരു കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ ആൻസർ ഷീറ്റ് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനും ഉപകാരപ്പെടും. അപ്പോൾ നന്നായിട്ട് സൈഡ് ഹെഡിങ് കൊടുക്കുക, അണ്ടർലൈൻ ചെയ്യുക, പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതുക, അല്ലെങ്കിൽ പാരഗ്രാഫ് ആയിട്ട് എഴുതുക. ഇപ്പോൾ 20 മാർക്ക് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 5-6 ഷീറ്റ് എക്സാം എഴുതേണ്ടി വരും ഒരു ക്വസ്റ്റിന്. അപ്പോൾ 25 പേജിന് ഒരു ബുക്ക്ലെറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് യൂസ് ചെയ്യുക. മാക്സിമം നല്ല രീതിയിൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ എത്ര ടൈമാണ്, ടോട്ടൽ എത്ര മാർക്കാണ്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാൻ നോക്കുക. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ നമ്പറും എഴുതാൻ മറക്കരുത്. അപ്പം ഇക്കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ ഒരു പേപ്പർ മാത്രമല്ല എല്ലാ ആൻസർ ഷീറ്റ് എഴുതുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഓൾമോസ്റ്റ് ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. Anyway, thank you.